പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കേരളം. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വിവരങ്ങളുമായി വിനയാര ചേരുന്നുണ്ട്. വിനയ, പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളം. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഫോർട്ട് കൊച്ചിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? തിരക്കുകളെല്ലാം ഉണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. അത് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. കാരണം പ്രധാനമായും കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു വിശേഷ ദിവസമാണെങ്കിലും അത്തരത്തിൽ വലിയ ആഘോഷിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതുവർഷം ആഘോഷിക്കാൻ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ പാപ്പാഞ്ഞിയെ തന്നെയാണ്. കൊച്ചിക്കാരുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ കൊച്ചിക്കാരുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരമാണ് ഈ പാപ്പാഞ്ഞി എന്ന് പറയുന്നത്. ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പാപ്പാഞ്ഞികളെ കത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിമാരെയാണ് കത്തിക്കുന്നത്. ഒന്ന് വെളി ഗ്രൗണ്ടിലും ഒന്ന് പരേഡ് ഗ്രൗണ്ടിലും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. പരേഡ് ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സമയം ഇപ്പോൾ ഇതൊരു 6 മണിയാകുമ്പോഴേക്കും കൂടുതൽ തിരക്ക് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം എന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ തിരക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസ് ആണെങ്കിലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ്. ഗതാഗത നിയന്ത്രണ വർക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് ശേഷം ഇങ്ങോട്ടുള്ള ഗതാഗത നിയന്ത്രണ വർക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ഈ ഒരു പുതുവർഷത്തോടനുബന്ധിച്ച് നടക്കുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നടക്കുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ്? കോട്ടയത്തിനാണ്. ഞാൻ പറഞ്ഞില്ല, കാരണം കൊച്ചിക്കാരുടെ സ്വകാര്യ അധികാരമാണെങ്കിൽ കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ കൊച്ചി അല്ലെങ്കിൽ ഈ പാപ്പാജി കത്തിക്കുന്നത് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ പാപ്പാജി കത്തിക്കുന്നത് കാണാൻ എത്തിയതല്ലേ? കോട്ടയം തന്നെയാണ്. ഈ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ ഈ പാപ്പാജി? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പൊ തോന്നുന്നത്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ വലിയ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ലോകത്തിനൊപ്പം കേരളവും. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വൈകുന്നേരത്തോടെ വൻ തിരക്ക് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ വ്യക്തമായ നിയന്ത്രണങ്ങളടക്കം പോലീസിന്റെയും അതുപോലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുക്കി കഴിഞ്ഞു. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ ഇനി ആഘോഷ തിമർപ്പിലായിരിക്കും. 2026 സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജനങ്ങളെല്ലാവരും. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ ഇനി ജനപ്രവാഹമായിരിക്കും. നിയന്ത്രണങ്ങളെല്ലാം കർശനമായി പാലിച്ചു തന്നെ ആയിരിക്കണം അങ്ങോട്ടേക്ക് എത്തേണ്ടത്. തിരക്കുകളെല്ലാം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് 2026 വരവേൽക്കാനുള്ളത്.